കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ബൈ പർച്ചേസിംഗ് ഓൺ ഡിബഞ്ചർ ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പം ആ വീഡിയോയുടെ ആ ക്ലാസ്സിന്റെ എൻഡിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മളുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് 6 കേസസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ 6 കേസസിനെ കുറിച്ചിട്ട് ചെറിയൊരു ബ്രീഫ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തന്നിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൽ നിന്ന് ആദ്യത്തെ 2 കേസസുകൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് കേസ് 1. when the debentures redeemable at par, അതായത് പാറിന് റിഡീം ചെയ്യുന്ന ഡിബഞ്ചറുകൾ ആൻഡ് ഇറ്റ് ഈസ് പർച്ചേസ്ഡ് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ് അറ്റ് പാർ. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ദ ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ് അറ്റ് പാർ. ക്ലിയർ? ഡിബഞ്ചേഴ്സ് ആർ റിഡീമബിൾ അറ്റ് പാർ. പാറിനാണ് റിഡീം ചെയ്തിരിക്കുന്നത്. പാറിന് റിഡീം ചെയ്യേണ്ട ഡിബഞ്ചർ ആണ്. അത് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് എങ്ങനെയാണ് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പാറിനാണ് പർച്ചേസ് ചെയ്യുന്നത്. സോ റിഡീംഡ് അറ്റ് പാർ ആണ്, പർച്ചേസ് ചെയ്യുന്നതും പാറിന് തന്നെയാണ്. സോ ഇൻ സച്ച് സിറ്റുവേഷൻസ് ദ ജേർണൽ എൻട്രി ഷുഡ് ബി രണ്ടും പാറായതുകൊണ്ട് തന്നെ അവിടെ നമ്മളെ സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല, നമുക്ക് അവിടെ ഡിസ്കൗണ്ടുകളോ വരുന്നില്ല, പ്രീമിയം വരുന്നില്ല, ഒന്നും വരാത്തത് കൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ റിഡീം ചെയ്യുകയാണെങ്കിൽ നോർമലി ജേർണൽ എൻട്രി എന്തായിരിക്കും വരേണ്ടത്? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക്. Okay, so the journal entry will be debentures account debit to bank. Amount കോളത്തിൽ എന്ത് ചെയ്യുക? അമൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സോ കേസ് 1 വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസാണ്. ഓക്കെ, സോ മൂവിങ് ടു കേസ് 2. കേസ് 2ലേക്ക് പോവാം. കേസ് 2ലേക്ക് പോകുന്നത്. അപ്പൊ കേസ് 1ൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിബഞ്ചേഴ്സ് റിഡീമബിൾ അറ്റ് പാറും ആണ്, പെർച്ചേസ്ഡ് അറ്റ് പാറും ആണ്. അപ്പൊ രണ്ടിലും പാർ ആയതുകൊണ്ട്, രണ്ടും ചെയ്തത് ഫേസ് വാല്യൂ കണക്കാക്കിയിട്ട് അല്ലെങ്കിൽ പാർ വാല്യൂ ആയതുകൊണ്ട് തന്നെ there is no such complications. അതുകൊണ്ട് തന്നെ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് എന്ന് പറയുന്ന ഒരു സിംഗിൾ എൻട്രിയോട് നമ്മുടെ കാര്യങ്ങൾ കഴിയുന്നതാണ്. ഓക്കെ, ബട്ട് in case number 2, our second case, that is when the debentures are redeemable at premium. So when the debentures are redeemable at premium, debenture എന്താ ചെയ്യുന്നത്? debenture is redeemable at premium. പ്രീമിയത്തിന് റിഡീം ചെയ്യുന്ന ഡിബഞ്ചർ ആണ്. ഓക്കെ, പ്രീമിയത്തിനാണ് നമ്മൾ ഡിബഞ്ചർ റിഡീം ചെയ്യുന്നത്. പക്ഷെ അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പാറിനാണ് പർച്ചേസ് ചെയ്യുന്നത്. ക്ലിയർ? അതായത് നമ്മൾ ഡിബഞ്ചർ റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിനും അത് പാറിനാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. നമ്മൾ ഇതിന്റെ തൊട്ട് മുന്നത്തെ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. അതായത് എന്താണ് പർച്ചേസ്? ഓപ്പൺ മാർക്കറ്റിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു ഡിബഞ്ചർ ആണെങ്കിൽ, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു ഡിബഞ്ചർ ആണെങ്കിൽ ആ ഡിബഞ്ചർ പ്രീമിയത്തിന് റിഡംഷൻ ഉള്ള അല്ലെങ്കിൽ പ്രീമിയത്തിന് റിഡീം ചെയ്യേണ്ട ഡിബഞ്ചർ ആണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല? പ്രീമിയം ഓൺ റിഡംഷൻ കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്ത് പ്രൊവൈഡ് ചെയ്യേണ്ടതില്ല? പ്രീമിയം ഓൺ റിഡംഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതില്ല. അപ്പൊ സോ ദാറ്റ് പ്രീമിയം ഓൺ റിഡംഷൻ നമുക്ക് എന്താണ്? പ്രോഫിറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അത് മെൻഷൻ ചെയ്തിട്ട് വേണം നമ്മളുടെ ജേർണൽ എൻട്രി പ്രൊവൈഡ് ചെയ്യാൻ. സോ ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് വിൽ ബി, സോ ദ ജേർണൽ എൻട്രി വിൽ ബി, ആദ്യത്തെ ജേർണൽ എൻട്രി, ഫസ്റ്റ് ജേർണൽ എൻട്രി വിൽ ബി പർച്ചേസ് ചെയ്യുക, ഡിബഞ്ചർ പർച്ചേസ് ചെയ്യാണ്. സോ ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ്, ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ്. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ പ്രീമിയത്തിനാണ് റിഡംഷൻ നടത്തുന്നത്. സോ ആ പ്രീമിയം നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല? കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ഓക്കെ, സോ പ്രീമിയം ഓൺ റിഡംഷൻ, പ്രീമിയം ഓൺ redemption of debentures, premium on redemption of debenture account debit. അപ്പോൾ ഡിബഞ്ചർ അക്കൗണ്ടും പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ്
ഡിബഞ്ചർ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുക ടു ബാങ്ക്. എന്നിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഈ പ്രീമിയം റിഡംഷൻ നമ്മുടെ സമയത്ത് നമുക്ക് എന്താണ് പ്രോഫിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ profit arising, the gain arising should be transferred to profit on redemption of debenture. Profit on redemption of debenture അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ബോത്ത് ഗെയിനിങ്സ്, രണ്ട് ഗെയിനിങ്സ് നമ്മൾ എന്ത് ചെയ്യണം? It should be transferred to profit on redemption of debenture അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. Okay, so to profit on redemption of debenture. Okay, to profit on redemption of debenture. Okay, അപ്പോൾ ഇതിന്റെ എമൗണ്ടിന്റെ വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് എമൗണ്ടിന്റെ വാല്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. അപ്പൊ ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് നോമിനൽ വാല്യൂ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഡെബിറ്റ് കോളത്തിൽ നമ്മൾ നോമിനൽ വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത്? പ്രൊവൈഡ് ചെയ്യേണ്ടത്. നോമിനൽ വാല്യൂ. ഓക്കെ, നോമിനൽ വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത്? പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിന്റെ ഡെബിറ്റ് കോളം. ഏതിന്റെ? ഡിബഞ്ചർ അക്കൗണ്ടിന്റെ. ഓക്കെ, പ്രീമിയം ഓൺ റിഡംഷൻ. അപ്പൊ ഏത് വാല്യൂ ആയിരിക്കണം കൊടുക്കേണ്ടത്? വിത്ത് പ്രീമിയം ഓൺ റിഡംഷൻ. റിഡംഷന്റെ സമയത്ത് എത്രയാണോ പ്രീമിയം എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് ആ പ്രീമിയം എമൗണ്ട് ആണ് ഇവിടെ കാണിക്കേണ്ടത്, പ്രീമിയം അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. ഓക്കെ, പ്രീമിയം ഓൺ റിഡംഷൻ. ഓക്കെ, ടു ബാങ്കിലേക്ക് നമ്മുടെ സംബന്ധിച്ചോളം എന്തായിരിക്കണം കാണിക്കേണ്ടത്? ദ നോമിനൽ വാല്യൂ പെയ്ഡ്. എത്രയാണ് പേയ്മെന്റ് നടത്തിയത്? നോമിനൽ വാല്യൂ പെയ്ഡ്. എത്ര എമൗണ്ട് ആണ് നമ്മൾ അടച്ചിട്ടുള്ളത്? ഓക്കെ, ദെൻ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ. എത്രയാണ് നമുക്ക് എന്ത് കിട്ടിയത്? പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ആ പ്രോഫിറ്റിന് എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? വിത്ത് പ്രീമിയം ഓൺ റിഡംഷൻ സേവ്ഡ്. പ്രീമിയം അടക്കം വിത്ത് പ്രീമിയം ഓൺ റിഡംഷൻ സേവ്ഡ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ എമൗണ്ടിന്റെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ആദ്യത്തെ എൻട്രി പാസ് ചെയ്യേണ്ടത്, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എൻട്രി പാസ് ചെയ്യേണ്ടത് സെക്കൻഡ് കേസിൽ, അതായത് ഡിബഞ്ചർ ഈസ് റിഡീമബിൾ അറ്റ് പ്രീമിയം ആൻഡ് ഇറ്റ് ഈസ് പർച്ചേസ്ഡ് അറ്റ് പാർ എന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ്, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് എൻട്രി ആണ് പർച്ചേസിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻട്രി. ദെൻ നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്. ഈ പ്രോഫിറ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ജനറൽ റിസർവ് ഓൾസോ. ഓക്കെ, സോ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ദ ജേണൽ എൻട്രി വിൽ ബി പ്രോഫിറ്റ് ഓൺ redemption account debit to general reserve. Profit on redemption account debit to general reserve. എത്രയാണ് പ്രോഫിറ്റ് ഉള്ള എമൗണ്ട് ജനറൽ റിസർവിലേക്ക് മാറ്റുക. നോട്ട് ദാറ്റ് if in case we are using sinking fund or out of capital ആണെങ്കിൽ അല്ലെങ്കിൽ out of profit ആണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ the profit on redemption account, ഈ പറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റ് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? It should be credited with the sinking fund. Profit on redemption account should be credited with the sinking fund, not with the general reserve. അല്ലെങ്കിൽ ഔട്ട് ഓഫ് ക്യാപിറ്റലിലേക്ക് അല്ലെങ്കിൽ ഔട്ട് ഓഫ് പ്രോഫിറ്റിലേക്ക് മാറ്റുക. ഓക്കെ, അപ്പൊ ഏത് ഫണ്ടാണ് ഉപയോഗിച്ച് ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പം ദിസ് ഈസ് ദ കേസ് നമ്പർ 2 when the debentures redeemable at premium or purchased at par. സോ ജസ്റ്റ് ഇതിന്റെ ഒരു എക്സാമ്പിൾ കൂടി ഇവിടെ നോക്കുക. അപ്പം നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. 50,000 ഡിബഞ്ചേഴ്സ് ഒരു എക്സാമ്പിൾ ആണ്. 50,000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച്. 50,000 ഡിബഞ്ചേഴ്സ് ഉണ്ട്. എത്രയുടെയാണ്? 100 rupees ആണ് ഈച്ച്. അറ്റ് പാർ ആണ്. 100 rupees ഈച്ച് അറ്റ് പാർ.
and they are redeemable at 20%. ശ്രദ്ധിക്കുക, redeemable at 20% ആണ് എന്ത് redemption വരുന്നത്. 20% premium, redeemable 20% premium, clear? 20% പ്രീമിയത്തിനാണ് എന്ത് വരുന്നത് redemption വരുന്നത്. Okay, so premium on redemption ആണ് നമ്മളുടെ കേസ് നോക്കുക, പ്രീമിയം ഓൺ റിഡംഷൻ ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നു ഔട്ട് ഓഫ് ദീസ് 50,000 ഡിബഞ്ചേഴ്സ് 5,000 debentures, out of this 50,000 debentures, 5,000 debentures are purchased from the open market. Clear? Purchased from the open market for immediate cancellation at rupees 100. At rupees 100. അപ്പൊ നമ്മളുടെ സെക്കൻഡ് കേസിന്റെ കേസ് സിറ്റുവേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ്? പാർ വാല്യൂ 100 ആണ്. ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് എത്രയ്ക്ക് തന്നെയാണ്? 100 പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന ഡിബഞ്ചർ എങ്ങനെയാണ് റിഡംഷൻ വരുന്നത്? 20% പ്രീമിയത്തിനാണ് എന്ത് വരുന്നത്? റിഡംഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എൻട്രീസ് പോസ്റ്റ് ചെയ്യാം. അപ്പൊ എൻട്രീസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നോർമൽ എൻട്രീസ് മാത്രം പോസ്റ്റ് ചെയ്താൽ പോരാ. ക്ലിയർ? നോർമൽ എൻട്രീസ് മാത്രം പോസ്റ്റ് ചെയ്താൽ പോരാ, കംപ്ലീറ്റ് ജേർണൽ എൻട്രീസ് എന്ത് ചെയ്യണം? പോസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഒരു ഡിബഞ്ചർ റിഡീം ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള എൻട്രീസ് ആണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ കാണിക്കേണ്ടത് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കാണിക്കണം. അതിന്റെ ജേർണൽ എൻട്രി നിങ്ങൾക്ക് അറിയാം. ഡിബഞ്ചർ DRI ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് debted to bank, debted to bank. എത്ര എമൗണ്ട് ആണ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? റിഡംഷൻ നടത്തുന്ന എമൗണ്ടിന്റെ 15%, റിഡംഷൻ എമൗണ്ടിന്റെ 15%. അപ്പൊ ഇവിടെ നടക്കുന്നത് എത്രയാണ്? 5,000 ഡിബഞ്ചേഴ്സ് ആണ്. അപ്പൊ 5,000 ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് 5,000 ഡിബഞ്ചേഴ്സ് ഇൻറ്റു 100 equal to 5 lakh. 5 lakh rupeesന്റെ 15% ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യേണ്ടത്? മാറ്റേണ്ടത്. സോ 5 lakh into 15 by 100 will be equal to 75,000. 75,000. നോട്ട് ചെയ്യാൻ എമൗണ്ട് എവിടെ നിന്ന് കിട്ടിയെന്ന് നോക്കുക. നമ്മളിവിടെ റിഡീം ചെയ്യുന്ന എമൗണ്ട് എത്ര? ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന എമൗണ്ട് എത്ര? 5,000 ആണെന്ന് പറഞ്ഞു. 5,000 ഡിബഞ്ചേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദ റിഡംഷൻ amount is equal to 5,000 debentures. 5,000 into 100 rupees face value, that is 5 lakh. 5 lakhന്റെ എത്ര ശതമാനം? 15% ആണ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത്. നരേഷൻ പ്രൊവൈഡ് ചെയ്യാം. Okay, narration will be investment made at 15% on the face value, on the face value of debentures to be redeemed. Debentures to be redeemed. Next നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഏത് അക്കൗണ്ട് ആണ്? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് നമുക്കറിയാം നമ്മൾ എവിടുന്ന് ക്രിയേറ്റ് ചെയ്ത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സോ സ്റ്റേറ്റ്മെന്റ് ഓഫ് profit and loss account debit to debenture redemption reserve account, that is DRR account. നമുക്കറിയാം ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് 25% ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചർ ആണ് എന്ത് ചെയ്യേണ്ടത്? ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ ഇവിടെ ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചർ എത്രയാ? 50,000 into 100 is the face value. 50,000 into 100 is the face value. That is 50 lakh. എത്രയാണ്? 50 lakh ആണ് നമ്മുടെ ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ വരുന്നത്. ഈ 50 lakhന്റെ എത്ര ശതമാനം? 25%. ഈ 50 lakhന്റെ 25%. ഓക്കെ, അത് ടോട്ടൽ ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂന്റെ 25% നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പൊ 50,000ന്റെ 25% എന്ന് പറയുന്നത് 12,50,000 ആയിരിക്കും. ഓക്കെ, 12,50,000.
സോ അപ്പൊ നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസിന്റെ എൻട്രി, അതായത് നമ്മൾ എവിടുന്ന് പർച്ചേസ് ചെയ്തു, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസിന്റെ എൻട്രി എന്ത് ചെയ്യണം? കാണിക്കണം. സോ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ്. ഓക്കെ, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ്. പിന്നെ നമ്മളുടെ സിറ്റുവേഷൻ എന്താണ്? നമ്മൾ പ്രീമിയത്തിന് റിഡീം ചെയ്യേണ്ട സാധനമാണ് എന്ത് ചെയ്യുന്നത്? പ്രീമിയത്തിന് റിഡീം ചെയ്യേണ്ട ഡിബഞ്ചർ ആണ് എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്തത്. അപ്പൊ പ്രീമിയം കൊടുക്കേണ്ടതില്ല. അപ്പൊ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് ആൻഡ് ടു എന്താണ്? പ്രോഫിറ്റ് അറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ എമൗണ്ടുകൾ നോക്കാം. ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ എമൗണ്ട് എത്രയാണ്? 5000 ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 5000 എത്രയ്ക്കാ പർച്ചേസ് ചെയ്തിട്ടുള്ളത്? 100 റുപ്പീസിന് പാറിന് തന്നെയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് 5 lakh rupees ആണ് നമ്മള് എന്ത് വരുന്നത്? ഡിബഞ്ചർ അക്കൗണ്ട്, ഡിബഞ്ചർ നമ്മൾ ഒരു ക്യാൻസൽ ചെയ്തിട്ടുള്ളത്, ഇമീഡിയറ്റ് പർച്ചേസ് ഇമീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്നത് എത്ര രൂപയുടെ ഡിബഞ്ചർ ആണ്? 5 lakh rupeesന്റെ ഡിബഞ്ചർ ആണ്. ഓക്കെ, സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി 5 lakh rupeesന്റെ ഡിബഞ്ചറിന്റെ ലയബിലിറ്റി നമ്മളുടെ മുകളിൽ ഇല്ല, അത് അറൈസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്തത് നമ്മൾ പ്രീമിയം കൊടുക്കേണ്ടതില്ല. എത്രയായിരുന്നു പ്രീമിയം കൊടുക്കേണ്ടത്? എത്ര ശതമാനമാണ് പ്രീമിയം കൊടുക്കേണ്ടത്? നമ്മൾ എമൗണ്ട് ഓഫ് പ്രീമിയം എത്രയാണ്? എത്ര എമൗണ്ട് ഓഫ് പ്രീമിയം? 20% എമൗണ്ട് ഓഫ് പ്രീമിയം ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അത് 100ന്റെ 20%, വിച്ച് മീൻസ് 20 rupees ആണ് പ്രീമിയം വരുന്നത്. അപ്പൊ അതും ഏതിന്റെ മുകളിൽ തന്നെയാണ്? 5000 into 20. Okay, 5000 into 20. That means it will be equal to 1 lakh rupees. So the amount of premium on redemption is 1 lakh rupees. 1 ലക്ഷം രൂപ ഇനി നമ്മൾ ആർക്കും കൊടുക്കേണ്ടില്ല. റിഡംഷൻ സമയത്ത് പ്രീമിയം ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതില്ല. ഓക്കെ, അപ്പൊ ടു ബാങ്ക് നമ്മൾ എത്ര അടച്ചത് ശരിക്കും ബാങ്കിലേക്ക്? ബാങ്ക് ത്രൂ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര ബാങ്കിലേക്കാണ് കൊടുത്തിട്ടുള്ളൂ? എത്രയാ കൊടുത്തത്? 5 lakh rupees അല്ലേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, 5 lakh rupees അല്ലേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, സോ 5 lakh. ഓക്കെ, നമുക്ക് ലാഭം എത്ര എവിടെ വന്നിരിക്കുന്നത്? പ്രീമിയം എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. സോ ദ പ്രോഫിറ്റ് ഈസ് ₹1 lakh. ഓക്കെ, സോ 5 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ നമ്മൾ 5 ലക്ഷം രൂപയ്ക്ക് തന്നെ വാങ്ങി. അവിടെ ലാഭം എന്തായിരുന്നു? നമുക്ക് നമ്മൾ റിഡംഷന്റെ സമയത്തായിരുന്നെങ്കിൽ നമ്മൾ 1 ലക്ഷം രൂപ അധികം കൊടുക്കണമായിരുന്നു. പക്ഷെ നമ്മൾ റിഡംഷന് മുന്നേ നമ്മൾ എന്ത് ചെയ്തു? അത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. അങ്ങനെ പർച്ചേസ് ചെയ്തത് കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടത് വന്നില്ല? അധികമായിട്ട് 1 ലക്ഷം രൂപ പ്രീമിയം കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. So that 1 lakh rupees, that is a profit, and this 1 lakh rupees profit should be transferred to evideki general reserve. So last entry endha kodukkendathu? Last entry kodukkendathu profit on redemption. Okay, profit on redemption, profit on redemption of debenture, profit on redemption of debenture account debit to general reserve. Amount എത്രയാണ്? 1 lakh. Okay, provide narration for all the journals. എല്ലാ journalsഉം narration provide ചെയ്യുക. Okay, so നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 cases ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 2 cases. Case 1, redemption is done at par and purchase is also done at par. Redemption പാറിനാണ്, purchase പാറിനാണ്. സെക്കൻഡ് കേസ് നമ്മൾ പറഞ്ഞത് റിഡംഷൻ പ്രീമിയത്തിനും പർച്ചേസ് പാറിനുമാണ്. സോ ആ സമയത്ത് നമുക്ക് പ്രോഫിറ്റ് അറൈസ് ചെയ്യുന്നുണ്ട്. പ്രീമിയം ഓൺ റിഡംഷൻ
എന്ന് പറയുന്ന ആ പ്രീമിയം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ അത് അറൈസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ പ്രോഫിറ്റ് ഓൺ redemption of debenture and that profit should be transferred to the general reserve. ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഹോപ്പ് യു ഹാവ് തറോ വിത്ത് ദിസ് ക്ലാസ്. എല്ലാം മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. സോ സ്റ്റേ അടുത്ത ക്ലാസ് വരെ കാത്തിരിക്കുന്ന. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ അടുത്ത 2 കേസസ് കൂടിയും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് പാർട്ട് 4ന്റെ അതായത് പാർട്ട് 4ന്റെ BC എന്ന് പറയുന്ന കാറ്റഗറി ആയിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് വരുന്നത്, ക്ലാസ് ആയിട്ട് വരുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.